ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫിഖ്ഹുൽ മുസ്ലിമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിത്യജീവിതത്തിലെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫിഖ്ഹുൽ മുസ്ലിമിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈവാഹിക ജീവിതത്തിലെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉസ്താദെ, നമ്മൾ ഒരു വിവാഹ ജീവിതം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിന് വളരെ ആവശ്യമാണെന്ന് മുമ്പ് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി, കോലം മാറി. ഇപ്പോൾ ഈ അണുകുടുംബത്തിൽ നിന്ന് കുടുംബം തന്നെ വേണ്ട എന്നിടത്തേക്ക് വരികയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഇസ്ലാമിലെ ഈ കുടുംബജീവിതം, ഈ വൈവാഹിക ജീവിതം എന്നൊക്കെ പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നമുക്കുണ്ടോ? അവർ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇസ്ലാമിലെ വൈവാഹിക ജീവിതത്തിന് അങ്ങനെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിവാഹ ജീവിതം വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ചോദിക്കാനുണ്ടായത് അവരൊരു വിവാഹത്തിലൂടെ ഉണ്ടായ മക്കളായതുകൊണ്ടാണ്. അഥവാ ഈ ഭൂലോകത്ത് അവരുണ്ടാകുന്നതിന് കാരണം അവരുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചു എന്നതാണ്. ഇസ്ലാമിലെ വിവാഹം മനുഷ്യവംശത്തിൻ്റെ പാവനമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. മൃഗങ്ങളെപ്പോലെ ആരാണ് പിതാവ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയും പിതാവിന് തന്തക്ക് സ്ഥിരമില്ലാത്ത എന്ന് പറയും. അതൊരു ശകാര വാക്കാണ്. ആരാണ് തന്ത എന്ന് പറയാൻ പറ്റാത്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മൃഗങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കാളക്കിന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും നാലാം നാളും വേറെ വേറെ വേളി. ഒരു കവി, മലയാളത്തിൽ അറിയപ്പെട്ടൊരു കവി പാടിയതാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ മനുഷ്യവംശം നിലനിൽക്കേണ്ടതുണ്ട്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചം തന്നെ അള്ളാഹു മനുഷ്യന് വിധേയമാക്കി കൊടുത്തിരിക്കുകയാണ്. മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് വിധേയമാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യവംശം നിലനിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പ്രത്യേകം ആദരിക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദമ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ കാണാം നമുക്ക്, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു എന്ന്. ഈ ആദരവ് എല്ലാ വിഷയത്തിലും കാണാൻ സാധിക്കും. ആ സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ വംശം നിലനിൽക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള നിയമമാണ് വിവാഹം എന്ന് പറയുന്നത്. വേറെയും കുറേ ലക്ഷ്യങ്ങൾ, ഉദ്ദേശ്യങ്ങൾ, യുക്തികളൊക്കെ വിവാഹത്തിലുണ്ട്. അപ്പോൾ ഈ ചോദ്യം വരുന്ന യഥാർത്ഥത്തിൽ ഒരു സ്വാർത്ഥതയിൽ നിന്നാണ്. ഞാൻ മതി ഇവിടെ, എനിക്ക് സുഖിക്കണം, എനിക്ക് ആസ്വദിക്കണം, എൻ്റെ കാര്യം. ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. സ്വാർത്ഥത എന്നത് ഇസ്ലാം അതിനെതിരാണ്. മറ്റൊന്ന് ഇച്ഛയ്ക്ക് വിധേയമാകുക എന്നുള്ളതാണ്, താല്പര്യങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളത്. അതിനും ഇസ്ലാം എതിരാണ്. താല്പര്യങ്ങൾ എപ്പോഴും നന്മയുടേതാകുമ്പോൾ മാത്രമേ ഇസ്ലാം അത് അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരിക്കലും ഒരു മുസ്ലിമായ, പരലോക വിശ്വാസമുള്ള, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു മുസ്ലിമായ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരം സംശയങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്ന ചോദ്യങ്ങൾ വരുന്നത് പോലും അവരുടെ ആദർശത്തെ ബാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും തന്നെ ഇതൊരു തടസ്സമായി വരുന്നില്ലല്ലോ. വിവാഹ ജീവിതം എന്നുള്ളത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള നിർവചിക്കുന്നിടത്തുനിന്നാണ് വരിക. എൻ്റെ സ്വാതന്ത്ര്യം മാത്രം ഞാൻ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എന്താവും? സാധാരണ പറയാറുണ്ട്, എൻ്റെ കൈ ചൂണ്ടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ മൂക്ക് തുടങ്ങുന്നിടത്തുനിന്ന് അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ മാനിക്കുമ്പോഴാണ് അവിടെ സ്വാർത്ഥത ഇല്ലാതാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾ സ്വാതന്ത്ര്യം ഇല്ലാത്തവനാവുകയും ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാവുകയും മാറുക എന്നാണ്. അവിടെ സ്വാർത്ഥതയാണ്, സ്വാതന്ത്ര്യമല്ല യഥാർത്ഥത്തിലുള്ളത്. ഇത്തരം ആളുകൾ ചോദിക്കാറുള്ള ചോദ്യം, ഇപ്പോൾ മുമ്പൊരിക്കലും കാണാത്ത ഒരാളെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ മുമ്പൊരിക്കലും കാണാത്ത ഒരാളെ തന്നെ ഇപ്പോൾ ഒരു പരിചയം ഉണ്ടാവില്ല. ആ പരിചയമില്ലാത്ത ഒരാളെയാണ് ഈ ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ പോകുന്നത്, ഒരാണും പുരുഷനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് വൈവാഹിക പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് മാരേജ് ഉണ്ടല്ലോ ഇസ്ലാമിലെ, അതാണ് പ്രശ്നം.
അതിലേറെ നല്ലത് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ലവ് മാരേജ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. അറിഞ്ഞ് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് ഇസ്ലാം അത് അനുവദിക്കാത്തത് എന്നുള്ളത്? ഇസ്ലാം അത് അനുവദിച്ചിട്ട് ഉണ്ട് എന്ന് മാത്രമല്ല, ഏത് ലിവിങ് ടുഗദർ അനുവദിച്ചിട്ടില്ല, പക്ഷേ അറിയുക, മനസ്സിലാക്കുക എന്നതിന് വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് വിവാഹം ചെയ്യപ്പെടുക, വിവാഹം ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് പരിഗണിക്കപ്പെടുക എന്ന കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മാതാപിതാക്കളോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കളോട്, പേരൻസിനോട്, ഇൻ ജാഅക്കും മൻ തർദൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളുടെ അടുത്തൊരു വിവാഹാലോചനയുമായി ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ്റെ ജീവിത വിശുദ്ധിയും സ്വഭാവ ഗുണങ്ങളും ആദർശവും നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ അവന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമല്ലല്ലോ, വളരെ കൃത്യമായ നിർദ്ദേശമാണ്. അപ്പം അന്വേഷണം അതുപോലെ അതൊക്കെ സ്ത്രീയെ സംബന്ധിച്ചും പറയുന്നുണ്ട്, പല കാര്യങ്ങൾ പരിഗണിക്കപ്പെടും വിവാഹത്തിൽ. അപ്പോൾ നിങ്ങളവിടെ ആദർശമാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നുണ്ട്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. സ്വഭാവവും ജീവിത വിശുദ്ധിയും ദൈവഭക്തിയുമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ നീ വിവാഹം ചെയ്തു കൊടുത്താൽ ഇൻ അഹബ്ബഹ അക്രമഹ, അവൻ അവളെ ഇഷ്ടപ്പെടുന്ന കാലത്തോളം അവൾക്ക് ആദരവ് നൽകും. വ ഇൻ കരിഹഹ ലാ യദ്ലിമുഹ, ഇനി അവൻ അവളെ വെറുക്കുന്ന ഒരവസരം വന്ന് നിൽക്കുക, അപ്പോൾ പോലും ഒരിക്കലും അനീതി ചെയ്യൂല, അവളോട് അനീതി ചെയ്യൂല. പിന്നെ നോക്കണമെന്ന് പറയുന്നുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കാണാനുള്ള സംവിധാനം, അതിനുള്ള സൗകര്യം ചെയ്യണമെന്നുണ്ട്. വിവാഹം ചെയ്തു വന്ന ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ചോദ്യം തന്നെ ഹൽ നദർത ഇലൈഹ, വിവാഹം ചെയ്യാനൊക്കെ തീരുമാനമൊക്കെ ആയിട്ട് വന്നതാ, ഞാനിങ്ങനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു റസൂലേ, നീ കണ്ടോ? നീ നദർത ഇലൈഹ എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായിട്ട് കണ്ടോന്നല്ല, വിവാഹം ചെയ്യാൻ എനിക്ക് പറ്റിയവളാണ് എന്ന് നീ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്നാണ്. അത് എന്നിട്ട് പറയുകയാണ്, ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള സഹാബി, ഞാൻ കണ്ടിട്ടൊന്നും, അതിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെ ചില ഗോത്രങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തി കൊടുക്കുകയാണ്, ഫൻദുർ ഇലൈഹ, എങ്കിൽ നീ പോയി കാണ്. എന്നിട്ട് പറയുന്ന വെക്കണം, ഫഇന്നഹു അഹ്റാ അൻ യുഅ്ദമ ബൈനകുമാ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് നൈരന്തര്യം അതിനെ ആശ്രയിച്ചാണ്, അത് കാലാകാലവും നിലനിൽക്കാൻ അതാവശ്യമാണ്. അതുകൊണ്ട് നീ പോയി കണ്ട് മനസ്സിന് തൃപ്തിപ്പെടട്ടെ, പരസ്പരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട്, അതാണ് ഇസ്ലാമിന്. അപ്പോൾ അവിടെ ഒരു ഇതിനേക്കാൾ നല്ല ഒരു സൊല്യൂഷൻ ഈ വിഷയത്തിലൊന്നും ആർക്കും സമർപ്പിക്കാൻ കഴിയുന്നു തോന്നുന്നില്ല. അപ്പോൾ ഇസ്ലാം അതിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ടുഗദർ പോലെയുള്ള ഒരു അഴിഞ്ഞാട്ടത്തിന് അത് പറ്റൂല. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹത്തിലൂടെയല്ലാതെ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ തനിച്ചാവുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. മൂന്നാമനായിട്ട് പിശാച് ഉണ്ടാവുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൽ മറ്റൊരു ചോദ്യമുള്ള, ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ് ഒരു വ്യക്തിക്ക് വിവാഹം നിർബന്ധമാണോ, അതല്ല വിവാഹം കഴിക്കാതെ ജീവിക്കാൻ അനുവാദമുണ്ടോ? അത് ആപേക്ഷികമാണ്. ഒരു യുവാവ് സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരിക പുഷ്ടിയുണ്ട്, കല്യാണം കഴിച്ചാൽ അവളെ പോറ്റാനുള്ള ത്രാണിയുമുണ്ട്, അങ്ങനെയുള്ള ഒരാൾ തെറ്റിൽ വ്യഭിചാരം പോലുള്ള അവിഹിത ബന്ധത്തിലേക്ക് വീണു പോകുമോ എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവന് വിവാഹം വാജിബാണ്, നിർബന്ധമാണ്. ഇനി അങ്ങനെ ഭയമൊന്നുമില്ല, ഇതിനൊക്കെയുള്ള കഴിവുണ്ട്, പ്രായമൊക്കെ ആയിട്ടുണ്ട്, ഒരു കുടുംബത്തെ സംരക്ഷിക്കാനും പോറ്റാനൊക്കെ പറ്റിയ ഒരവസ്ഥയിലാണ് എങ്കിൽ അവനത് മുസ്തഹബാണ്, അഥവാ അഭികാമ്യമാണ്. എന്നാൽ കല്യാണം കഴിച്ചാൽ അവളോടുള്ള ബാധ്യത നിർവഹിക്കാനൊന്നും കഴിയില്ല, അതൊരു തളച്ചിടലായിരിക്കും, കയറില്ലാതെ കെട്ടിയിടുക എന്നൊക്കെ പറഞ്ഞതുപോലെ. ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ ജൈവികവും അവളുടെ നൈസർഗികവുമായ ആവശ്യങ്ങൾ പരിഗണിക്കാനോ അത് പൂർത്തിയാക്കി നിർവഹിച്ചു കൊടുക്കാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ അവളെ കെട്ടിയിടുന്ന ഒരവസ്ഥയാണെങ്കിൽ അവളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തുള്ള വിവാഹം ഹറാമായിരിക്കും. ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനത്തെ യാതൊരു ഇതുമില്ല. ഒരാൾക്ക് വിവാഹം ചെയ്യാനുള്ളവരെ കഴിക്കണമെങ്കിൽ കഴിക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ കേവലം അനുവദനീയമായ കാര്യമാണ്. ഇതിൽ നിർബന്ധവും വരുന്നുണ്ട്, അതുപോലെ തന്നെ അനുവദനീയം ഹറാമും ആകുന്നുണ്ട്.
അവസ്ഥയും വരുന്നുണ്ട്. അതെ അതെ. നേരത്തെ നമ്മൾ പറഞ്ഞു വിവാഹത്തിൻ്റെ 2 രീതികൾ, ലിവിങ് ടുഗദറും അതുപോലെ തന്നെ ലവ് മാരേജും. ഈ ലവ് മാരേജ് ഇസ്ലാമിൽ ഹലാലാണോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനത്തെ അനുവദിക്കുന്നുണ്ടോ? ഈ ലവ് മാരേജ് തമാശയിൽ അതിന് മറുപടി പറയുകയാണെങ്കിൽ ലവ് ഉണ്ടെങ്കിലേ മാരേജ് തന്നെ പറ്റുള്ളൂ. ചില ആളുകൾ ചോദിക്കും, ഈ ചെറുപ്പക്കാരികൾക്കും ഈ പ്രണയ വിവാഹം ഇസ്ലാമിൽ ഹറാമാണ്. പ്രണയം ഉള്ളത് വിവാഹം ഇസ്ലാമിൽ ഹലാലുള്ളൂ. പരസ്പരം പ്രണയിക്കാത്ത വിവാഹം ഇസ്ലാമിൽ പറ്റൂല. അതുകൊണ്ടാണ് നേരത്തെ കാണണമോ ഇഷ്ടപ്പെടണമോ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, അന്യ സ്ത്രീ പുരുഷന്മാരുള്ള തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഇടപഴകലിന് ഇസ്ലാം വളരെ കൃത്യമായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. കർശനമായ വ്യവസ്ഥകളാണ് വെച്ചിട്ടുള്ളത്. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ അവിഹിതങ്ങളിലേക്കോ അന്യായങ്ങളിലേക്കോ നിഷിദ്ധതകളിലേക്കോ നയിക്കാതിരിക്കാനും ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ചാരിത്ര ശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവരുടെ ചാരിത്ര ശുദ്ധിയാണ്. അതിന് ഭംഗം വന്നു കഴിഞ്ഞാൽ അവൾ സമൂഹത്തിലൊരു വിലയും നിലയും ഇല്ലാത്തവളായി മാറും. അതിലേക്ക് നയിക്കുന്നതെല്ലാം ഇസ്ലാം ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹപൂർവ്വ ബന്ധത്തിന് അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇസ്ലാം. എന്ന് വിചാരിച്ച് കാണണ്ട, കേൾക്കണ്ട, സംസാരിക്കണ്ട എന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ തമ്മിലുള്ള ഹലുവത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച പെൺകുട്ടിയോട് ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് വാക്ക് കൊടുക്കുന്നതിന് വിലക്ക് ഇതില്ല. അവളുമായി നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ അവളുമായി സംസാരിക്കുന്നതിനോ വിശേഷങ്ങൾ ചോദിക്കുന്നതിനോ വിലക്കില്ല. മാറൂഫ് ആയിരിക്കണം. മാറൂഫ് എന്ന് പറഞ്ഞാൽ ആ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് വേറെ ആൾ കേട്ടാൽ അതിപ്പോൾ ഒരേ ക്ലാസ് പഠിക്കുന്ന ക്ലാസ്മേറ്റ്സൊക്കെ സംസാരിക്കുന്ന പോലെയല്ല, അത് അതിലിപ്പോൾ എന്താ ഇത്ര കുറ്റം പറയാൻ എന്ന് ആളുകൾക്ക് തോന്നണം. ആ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ചാറ്റിങ് ഇതൊക്കെ അനുവദനീയമാണ്. രീതിയിലുള്ള സംസാരങ്ങൾ തെറ്റിദ്ധാരണക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത് ഒരു വിവാഹിതരല്ലാത്ത അന്യ സ്ത്രീയും പുരുഷനും സംസാരിക്കേണ്ട രൂപമല്ലല്ലോ, ഇത് ഈ പോക്ക് ശരിയില്ലല്ലോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ട്യൂണുകളും സംസാരങ്ങളും ശൈലികളും ഒന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് നിക്കാഹ് കഴിഞ്ഞാൽ മാത്രമേ അനുവദനീയമാവുകയുള്ളൂ. പലപ്പോഴും പ്രണയവിവാഹം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മകനെ ഒരു മകളെ പെറ്റ് പോറ്റി വളർത്തി ഈ നിലയിലെത്തിക്കാൻ ചില്ലറ കട്ടപ്പാടൊന്നല്ല ഉണ്ടാകുക. അത് ചില ഹോസ്പിറ്റലിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചില ക്യൂ നിൽക്കുന്ന രക്ഷിതാക്കളുണ്ട്. ചിലപ്പോൾ രാത്രി മക്കൾക്ക് അസുഖമായതുകൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയും നേരം ക്യൂ നിൽക്കുകയാണ്. ഈ മോക്ക് ചെറിയ എന്തോ അസുഖമേ ഉണ്ടാവുള്ളൂ, ഈ രാത്രി ഉറങ്ങാത്തതുകൊണ്ട്. ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് മാതാപിതാക്കൾ പോറ്റി വളർത്തി പറക്കാൻ മുറ്റാത്ത സമയം മുതൽ ഇങ്ങനെ ചെയ്തിട്ട് ഇവർ ചിറക് വെച്ച് പറക്കാനാകുമ്പോൾ വാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, പപ്പയും വേണ്ട, മാമയും വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അതൊരു ധിക്കാരല്ലേ? ഇവർ ഈ ഇങ്ങനെ ചിന്തിക്കുന്നവർ അവരുടെ മക്കളുണ്ടാകുമ്പോൾ അവരെ മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കണ്ടേ? ഇതൊരു വശം. മറുവശം നമ്മൾ കാണാക്കാൻ പറ്റില്ല. പക്വതയുള്ള, പ്രായപൂർത്തിയെത്തിയ, വിവേകമുള്ള, വകതിരിവുള്ള ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ചെറുപ്പക്കാരനാവട്ടെ ചെറുപ്പക്കാരിയാവട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കുടുംബിനി അല്ലെങ്കിൽ കുടുംബനായകൻ ആകാൻ പറ്റിയ, സഹധർമ്മിണിയാകാൻ പറ്റിയ, പ്രിയതമനാകാൻ പറ്റിയ ഒരാളെ സെലക്ട് ചെയ്താൽ അവിടെ മാതാപിതാക്കൾ ദുർവാശി കൊണ്ട് മുടക്കേണ്ട കാര്യമില്ല. ഇവൾക്ക് അനുയോജ്യനായ കുഫ് എന്നതിന് പറയും. കുഫുവത്ത് എന്നാ പറയുക. അത് ഓക്ക് പറ്റിയവനാണ് ഓന്. അങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെയുള്ള സ്വഭാവപരമായിട്ടും സംസ്കാരപരമായിട്ടും എല്ലാം കൊണ്ട് ഒത്തവരാണെങ്കിൽ അവിടെ പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്? മസിൽ പിടിച്ച് നിൽക്കരുത്. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. മാതാപിതാക്കൾക്ക് പല കാഴ്ചപ്പാടും ഉണ്ടാവും, അല്ലെങ്കിൽ പല കോൺസെപ്റ്റും ഉണ്ടാവും. അതുപോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ. എല്ലാ ആഗ്രഹങ്ങളും എന്താക്കാനുള്ളതല്ല, സാക്ഷാത്കരിക്കപ്പെടാനുള്ളതല്ല. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു കൊള്ളണമെന്നും ഇല്ല. ഇത് മാതാപിതാക്കളും കൂടി മാനിക്കണം എന്നർത്ഥം. ഇതിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, വിവാഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ആ രണ്ട് ആണും പെണ്ണും കാണുക എന്നുള്ളതാണ്, അതിലേക്കുള്ള അന്വേഷണങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പെണ്ണ് കാണുക എന്നുള്ള, പെണ്ണിനെ കാണുക എന്നുള്ള പറയാറുള്ളത്. പക്ഷെ ആണിനെ കാണുക എന്നുള്ളത് എന്താണ്? ഒരു പെണ്ണ് ഈ ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആധുനിക കോൺസെപ്റ്റിലാണ് ഈ ചോദ്യം വരുന്നത്.
ചിലർ മനസ്സിലാക്കുന്നത് ഇവിടെ പുരുഷനെ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളൂ എന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനല്ല, പ്രകൃതിപരമായിട്ട് തന്നെ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു ഔന്നത്യമാണ് അവിടെ പ്രകടമാകുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും ആഗ്രഹം ഉണ്ടാവും, എൻ്റെ ഭർത്താവ് ഇന്നതൊക്കെ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആണുങ്ങളെ മുഴുവനും ഓൻ എനിക്ക് പറ്റുമോ, ഓൻ എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റുമോ ഇങ്ങനെ നോക്കി നടക്കുക എന്നുള്ള സ്ത്രീകളുടെ ഒരു സ്വഭാവമല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് പുരുഷനെയും ഉൾക്കൊള്ളാനുള്ള വിശാലത അവൾക്കുണ്ട് എന്നാണ് പൊതുവേ. എന്നാലേ ഇതിലൊക്കെ അപവാദങ്ങൾ ഉണ്ടായേക്കാം. എത്ര ഇന്നിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഒരു സ്ത്രീക്ക് എന്തുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ ചില ഡിമാൻഡുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കണ്ടേ മതിയാവൂ, നേരിട്ട് പോയി കണ്ടേ മതിയാവൂ എന്ന ഒരു ശാഠ്യം പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. തീരെ ഇല്ല എന്നും പറയുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ അതും ഇസ്ലാം മാനിച്ചിട്ടുണ്ട്. പോയി കാണാം, സംസാരിക്കാം. മാത്രമല്ല സ്ത്രീയുടെ സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീ എനിക്ക് അവനെ വേണ്ട എന്ന് പറയുന്നതോടുകൂടി നിർബന്ധിക്കാൻ ഒരാൾക്കെന്തില്ല, അവകാശമല്ല. എത്രത്തോളം തന്നെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭയങ്കര സ്ത്രീയാണ്. ആ മഹദിയുടെ ആർജവം നമ്മൾ നോക്കണം. ആ കാലത്ത് ഇത് കൊഴിച്ചു മൂടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഇസ്ലാം വന്നതോടുകൂടി ഇസ്ലാം അവൾക്ക് നൽകിയിട്ടുള്ള ആ പരിഗണനയും ഇസ്ലാമിക സമൂഹത്തിൽ അവൾ ഉയർന്ന് ഏത് തലത്തിലെത്തിയെന്നും മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വാപ്പ എനിക്ക് ഇഷ്ടമല്ലാത്തവന് കെട്ടിച്ചു കൊടുത്തു റസൂലേ. ഹദീസിൽ കാണാം ഫജഅല അംറഹ ഇലൈഹ, മോളെ നീ തീരുമാനിച്ചോ. റസൂലോട് പറയാം, നീ തീരുമാനിച്ചോ, നിനക്ക് അവൻ്റെ കൂടെ പോണ്ട, പോകാൻ നിനക്ക് കുഴപ്പമില്ല എങ്കിൽ പൊയ്ക്കോ, നീ തീരുമാനിച്ചോ. ഫജഅല അംറഹ. അപ്പോൾ ഈ പെൺകുട്ടി, ഈ യുവതി പറയാണ്, എനിക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല റസൂലേ, പക്ഷേ ഞാൻ എന്നെപ്പോലുള്ള പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ഇതിലൊക്കെ വല്ല അവകാശം ഉണ്ടോ ഇല്ലേ എന്ന് പഠിപ്പിക്കാനും അന്വേഷിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പോയിക്കോളാം. അവിടെ നമ്മൾ ആ സ്ത്രീയുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഒരു പ്രതീക്ഷ ഇല്ലാതായതുകൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. റസൂൽ പറഞ്ഞല്ലേ, സ്ത്രീ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് നിയമപരമായിട്ട് ആ സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ പോകരുത് നിർബന്ധമായി. പക്ഷെ അങ്ങനെ തന്നെയാണോ ഇസ്ലാം സ്ത്രീ പെൺകുട്ടിക്ക് അറിയേണ്ടിണ്ടായിരുന്നു. അപ്പോൾ റസൂൽ പറയാൻ അങ്ങനല്ല, നീയാണ് അവൻ്റെ കൂടെ പോണോ പോണ്ടേ തീരുമാനിക്കാനുള്ള അധികാരം നിൻ്റെ വാപ്പാക്കല്ല, നിനക്കാണെന്ന്. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോണ്ടാന്ന്. സ്ത്രീയുടെ വാക്കിനാണ് അവളുടെ അഭിപ്രായം പരിഗണിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ സ്ത്രീയുടെ വാക്കുകൾക്ക് വിവാഹ ജീവിതത്തിൽ വലിയ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ള ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. ഖുർആൻ വളരെ വ്യക്തമാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, വളരെ കൃത്യ. സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട്, ബാധ്യതകളുള്ളത് പോലെ തന്നെ, വ്യത്യാസമില്ല. പറയുന്നത് പക്ഷെ അതിലേ സാധാരണ ഒരു വിമർശനം വരാറുള്ളത്, ഇസ്ലാമിലെ കുടുംബജീവിതത്തിൽ ആണാണല്ലോ ഗ്രഹനാഥൻ, അല്ലെങ്കിൽ അവർക്കാണല്ലോ മുഴുവൻ അധികാരവും ഉള്ളത്. പുരുഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സ്ത്രീയെ അവഗണിക്കുന്ന സ്വഭാവമല്ല ഇസ്ലാമിൻ്റെ ഈ കൺസെപ്റ്റിനുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് അതിന് മറുപടി കൊടുക്കാൻ കഴിയും? തീർച്ചയായും അതല്ല. അതായത് ഒരു സംവിധാനം, ഒരു സ്ഥാപനം, അത് സുതാര്യമായും അല്ലലും അലട്ടലും ഇല്ലാതെ, കോളിളക്കമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു അധിപൻ വേണം, മേധാവി വേണം. കുടുംബമാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനും അങ്ങനെ തന്നെയാണ്. മറ്റെല്ലാ സ്ഥാപനങ്ങളും ഉള്ളതുപോലെ തന്നെ. ഞാൻ പോകുന്ന ഒരാൾ പറയുക, പോകണ്ട എന്ന് വേറൊരാൾ പറയുക. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരാൾ അവിടെ പറയുന്നത് മറ്റൊരാൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാവണം. അപ്പോൾ ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. അതുമാത്രമാണ് ഇസ്ലാമിൽ പുരുഷന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഉത്തരവാദിത്വങ്ങളും കൂടുതലാണ്. അവർക്ക് അധികാരം കൂടുതലായതുപോലെ തന്നെ ഉത്തരവാദിത്വവും കൂടുതലാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. ഏത് വിഷയത്തിലും ആർക്കാണോ ഉത്തരവാദിത്വം കൂടുതലുള്ളത് അവർക്ക് അധികാരം കൂടുതലുണ്ടാവും. ബാധ്യതകൾ ആർക്കാണോ കൂടുതലുള്ളത് അവർക്ക് അവകാശങ്ങൾ കൂടുതലുണ്ടാവും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പിന്നെ അതേപോലെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് വിവാഹം കണ്ട് വിവാഹത്തിന് സ്ത്രീയെ കണ്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മിഠായി കൊടുക്കൽ ചടങ്ങുണ്ട്. ആ മിഠായി കൊടുക്കൽ ചടങ്ങ് ഇപ്പോൾ വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, അത് വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേ മിഠായികളുടെ കൂട്ടത്തിൽ നല്ലൊരു ഫോണും കൊടുക്കാറുണ്ട്. ആ സ്വർണ്ണം കണിച്ചു കൊടുക്കുന്നുണ്ട്. ഫോൺ അതൊന്നും നിക്കാഹ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കൊടുക്കുന്നത്. അപ്പോൾ ആ ഫോൺ കൊടുക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആ ഫോൺ കൊടുക്കുകയും ആ ഫോൺ കൊടുത്തോടുകൂടി അവർ പിന്നെ ഇഷ്ടംപോലെ സംസാരിക്കുകയും ചെയ്യണം, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഏത് രാത്രിയും പകലും ഒക്കെ സംസാരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇത്തരം സംസാരങ്ങൾ അനുവദനീയമാണോ? സംസാരം മാത്രമല്ല, ഇപ്പോൾ അവർ യാത്ര പോവുക, പിക്നിക്ക്, ഇങ്ങനെ സ്വറ പറയാൻ വേണ്ടിയിട്ട് പോവുക, ഭാര്യാഭർത്താക്കന്മാരെങ്ങനെയാണോ അത് ഉണ്ടാവുന്ന ഇത് എനിക്ക് വിവാഹം കഴിക്കാനുള്ള ആളാണല്ലോ എന്നുള്ളത് ചിലപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും, നിശ്ചയിച്ചിട്ടും ഉണ്ടാവും. എന്നാൽ പോലും അവിടെയൊക്കെ അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന പരിഗണനയാണ് ഇസ്ലാമികമായിട്ട് അവർക്കുണ്ടാവുക. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീക്കും പരസ്പരം ഏതെല്ലാം അർത്ഥത്തിൽ ഇടപഴകാമോ ആ അളവിൽ മാത്രമേ ഇവർക്ക് ഇടപഴകാൻ പറ്റൂ. അവർ തനിച്ച് യാത്ര ചെയ്യുക, തനിച്ച് പോയി ലോഡ്ജ് എടുക്കുക, തനിച്ച് ഭാര്യാഭർത്താക്കന്മാരെ പോലെ തന്നെ നടക്കുക, തോള് കൈയിട്ട് നടക്കുക, ബൈക്കുമേൽ ഒരുമിച്ച് പോവുക, വാഹനത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോവുക, ഇതൊന്നും ശറഈയായിട്ട് അനുവദനീയമായ കാര്യമല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, നിക്കാഹ് ആദ്യം കഴിയണം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ കരാറ്, അതുകൊണ്ട് പിന്നെ ഭാര്യാഭർത്താക്കന്മാരായി മാറി. അല്ലാത്ത തരത്തിലൊക്കെ നിയന്ത്രണങ്ങൾ വളരെ കർശനമായി പാലിക്കേണ്ട. അതേസമയം കുടുംബസമേതമൊക്കെ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു ടൂറ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഉണ്ട്, അതിലിപ്പോൾ എൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച ആ ഫാമിലിയും ഉണ്ട്. അങ്ങനെ പോകുന്നതല്ല ഇവിടെ വിഷയമാകുന്നത്. ഇവർ മാത്രം തനിച്ച് പോവുക, തനിച്ചായിക്കൊണ്ടുള്ള യാത്രകൾ, ഈ തനിച്ച് ഹൽവ എന്നാണ് അതിന് അറബിയിൽ പറയുക. ഡിജിറ്റൽ ഹൽവയാണ്, ഓൺലൈൻ ഹൽവയുണ്ട്, ഓഫ്ലൈൻ ഹൽവയുണ്ട്. ഇപ്പോൾ അത് പ്രത്യേകം പറയേണ്ടതാണ്. ഹദീസിൽ വന്ന പലതും എല്ലാം ഓഫ്ലൈനെ പറ്റിയിട്ടാണ്. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നതാണ് പറയുന്നത്. ഈ തനിച്ചാകുന്ന ഇപ്പോൾ വലിയൊരു ഓഡിറ്റോറിയത്തിലാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ആരും കാണാതെ ഒരു ഭാഗത്ത് മാറിയിരുന്നിട്ട് ഞാനൊരു അന്യ സ്ത്രീയുമായി ചാറ്റുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് കോൺഫറൻസിൻ്റെ ഇടയിലാണെങ്കിലും ഇവിടെ ഹൽവത്താണ്. ഇത് ഓൺലൈൻ ഹൽവ എന്ന് പറയുക ഇനി വേണമെങ്കിൽ പുതിയ ഭാഷ്യം. അതും ശറഅ് അനുവദിച്ച രൂപത്തിലുള്ള ബന്ധം മാത്രമേ ഇതിലൂടെയും പറ്റുള്ളൂ. ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കുമ്പോൾ അതിൽ വലിയ നിർബന്ധമാണല്ലോ, വലിയ വിവാഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വലിയ. അപ്പോൾ ആ വലിയ ഒരു നിശ്ചയിക്കുകയും ഒരാളെ നിശ്ചയിക്കുകയും ഈ പെണ്ണിന് അത് അനുവാദമില്ലാതാവുകയും ഇഷ്ടമില്ലാതാവുകയും ചെയ്താൽ, അല്ലെങ്കിൽ പെണ്ണ് കണ്ടെത്തിയ ഒരു വരനെ വലിയന് ഇഷ്ടമില്ലാതാവുകയും ചെയ്താൽ ആ വിവാഹം പിന്നെ നടത്താൻ സാധിക്കുമോ? ഇവിടെ വലിയ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള വലിയുണ്ട്. വിലായ അസ്ലിയയും വിലായ തു നിയാബ, പകരമുള്ള വലിയുണ്ട്. വിലായ അസ്ലിയ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, യഥാർത്ഥ പിതാവിന്. ഈ പിതാവിൻ്റെ ജീനാണല്ലോ ഈ മകളിലുള്ളത്. അതുകൊണ്ട് പിതാവിൻ്റെ വിലായത്ത് എന്നത്, രക്ഷാധികാരം എന്നത് ഒറിജിനലാണ്, അത് ആർജിതമല്ല, സ്വതസിദ്ധമായതാണ്. ആ പിതാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ മകളുണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാം. ചിലപ്പം പിതാവ് ചെറുപ്പകാലത്ത് തന്നെ വിവാഹമോചനം ചെയ്യുകയോ ഒഴിവാക്കി പോയതോ ആയിരിക്കും. മകളെ പോറ്റിയതൊക്കെ ചിലപ്പോൾ അമ്മാവന്മാരായിരിക്കും. അപ്പോൾ വിവാഹ സന്ദർഭത്തിൽ ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ ഉമ്മക്കും അമ്മാവന്മാർക്കൊക്കെ ഷാഠ്യം ഉണ്ടാവും, പിതാവിനെ അടുപ്പിക്കൂലാന്ന്. അത് പറ്റൂല. പിതാവ് സന്നദ്ധനാവുന്നിടത്തോളം കാലം ആ പിതാവ് തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം. കാരണം പിതാവിൻ്റെ വിലായത്ത്, രക്ഷാധികാരം, അത് ആരോ ഉണ്ടാക്കി കൊടുത്തതല്ല, അത് ഒറിജിനലാണ്, അസ്ലിയായ വിലായത്താണ്. അപ്പോൾ വലിയനാരും നിശ്ചയിക്കലല്ല എന്നർത്ഥം. പിതാവ് ഉള്ളിടത്തോളം കാലം, പിതാവിന് അതിന് സാധ്യമാകുന്നിടത്തോളം കാലം പിതാവ് തന്നെ ചെയ്യണം. പിതാവിന് നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത അസൗകര്യം ഉണ്ടാകുകയാണെങ്കിൽ പിതാവ് കൊടുക്കണം വക്കാലത്ത്. പിതാവിന് ആരെയും വക്കാലത്താക്കാം. പ്രായപൂർത്തിയും പക്വതയുമുള്ള മുസ്ലിമായ ആരെയും വക്കാലത്താക്കാം. ചിലപ്പം വിദേശത്താണെന്ന് വിചാരിക്കുക, എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജയിലിലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ രോഗിയായി കിടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പിതാവ് ഔദ്യോഗികമായിട്ട് എന്താക്കണം? ഒരാളെ ഏൽപ്പിക്കണം. പിതാവ് ഇല്ലാതിരിക്കുക,
ന്യായമായ കാരണങ്ങളൊന്നുമില്ലാതെ പിതാവ് വിവാഹം ചെയ്തു കൊടുക്കാൻ കൂട്ടാക്കാതിരിക്കുക. രണ്ട് കാരണം. ഒന്ന്, പിതാവ് ഓൾറെഡി ഇല്ല. രണ്ടാമത്തത്, പിതാവുണ്ട്, പക്ഷേ ഒന്നുകിൽ അയാൾ തെമ്മാടി ആയിട്ട് ജീവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദുശാഠ്യം കൊണ്ട് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ദുശാഠ്യമാണ്, ഒരു ന്യായമില്ലാതെ. ഇങ്ങനെയൊക്കെയുള്ളൊരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വിലായത്തിനുള്ള അർഹത അയാൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ദുശാഠ്യമാണെങ്കിൽ. ഇല്ലാത്ത അവസ്ഥ പിന്നെ അദ്ദേഹമില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ പിതാവിൻ്റെ തൊട്ടടുത്ത ആരാണോ പിതാമഹൻ, പിന്നെ ഈ പെൺകുട്ടിയുടെ ആങ്ങള, ഈ പിതാവിൻ്റെ സഹോദരന്മാർ, ഇവരിലേക്കൊക്കെ വിലായത്ത് നീങ്ങും. ആ വിലായത്ത് നിയാബ എന്ന് പറയുക, പകരം വരുന്നതാണ് ഒറിജിനൽ അല്ല. എന്നാലും അവർ വേണം, അവർക്ക് മാത്രമേ വലിയില്ലാത്ത വിവാഹം ബാത്തിലാണ്. അയ്യുമമ്രഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി വലിയിഹ ഫനികാഹുഹാ ബാത്തിലുൻ ഫനികാഹുഹാ ബാത്തിലുൻ ഫനികാഹുഹാ ബാത്തിലുൻ. അങ്ങനെയുള്ള വലിയില്ലാതെയുള്ള വിവാഹം ബാത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില പെൺകുട്ടികളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ വിവാഹമല്ലേ, ഞാനാണല്ലോ തീരുമാനിക്കേണ്ടത് ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന്. എൻ്റെ ഉപ്പ തീരുമാനിച്ച് കണ്ടെത്തിയ ഒരാളല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അവരോട് നമുക്ക് മറുപടി പറയാനുള്ളത്, മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സ്വന്തം തീരുമാനിക്കുന്നവനല്ല, സ്വന്തം കാര്യം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് സമർപ്പിച്ച ആൾ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. സർവവും അള്ളാഹുവിന് വിട്ടുകൊടുത്ത് അള്ളാഹുവിന് പൂർണ്ണ വിധേയനായവൻ എന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പം മുസ്ലിമാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഞാൻ എന്ത് തിന്നണം, എന്ത് തിന്നരുത്, ഞാൻ എന്ത് കുടിക്കണം, ഞാൻ എന്ത് കുടിക്കരുത്, ഞാൻ ആരെ വിവാഹം ചെയ്യണം, ആരെ വിവാഹം ചെയ്യരുത്, എങ്ങനെ വിവാഹം ചെയ്യണം, ഇതൊക്കെ എൻ്റെ സൃഷ്ടാവ് എനിക്ക് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, നിയമം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കാൻ വിധേയനാണ് ഞാൻ. അപ്പോഴേ ഞാൻ മുസ്ലിം ആവുള്ളൂ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി. എൻ്റേത് എന്ന് പറയാനൊന്നുമില്ല. എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ മറ്റ് കർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതവും മരണവും ബാക്കിയുള്ളത് അതുള്ളൂ. ഒരു മനുഷ്യന് ഇത് രണ്ടും പറഞ്ഞ പിന്നെ ജീവിതവും മരണം അവസാനം അതടക്കം അള്ളാഹുവിന് ഉള്ളതാണ്. വബിദാലിക ഉമിർത്തു, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വലിയ വേണം എന്നുള്ളത് റബ്ബ് പറഞ്ഞതാണ്, പ്രശ്നം പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയാണ്. ഖുർആനിൽ തന്നെ കാണുന്നത് നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത്, മറ്റുള്ളവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക എന്നൊക്കെയാണ്. വാൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീൻ ഒക്കെ രക്ഷിതാക്കളോടാണ് കൽപ്പന. ഖുർആനും ഹദീസിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വലിയ നിർബന്ധമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നൊരു ചോദ്യമില്ല, വലിയ എന്തിനാന്നുള്ളൊരു ചോദ്യം അതിലില്ല. അപ്പോൾ ഈ വലിയനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ. അതുപോലെ തന്നെ വിവാഹം സാധുവാകുവാനുള്ള മറ്റു നിബന്ധനകൾ എന്തൊക്കെയാണ്? ഹദീസിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം, ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ വശാഹിദൈ അദിലിൻ. ഒരു വലിയും 2 സാക്ഷികളും. ഒരു മൂല്യരൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, അതെവിടെയിട്ട് ഉണ്ടാവാറുമില്ല. അതിപ്പോൾ നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കലും പറഞ്ഞു കൊടുക്കലൊക്കെ അതിനതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളും വ്യവസ്ഥകളൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും തെറ്റിപ്പോകാതിരിക്കാനൊക്കെ ഇതൊരു മീസാക്കുൻ ഖലീദ് എന്നാണ് വിവാഹക്കാരാൻ്റെ ഖുർആനിന് ബലിഷ്ഠമായ കരാർ. അതൊരു കട്ടിക്കളി ആവണ്ട എന്നുള്ള നിലക്ക് മാത്രം ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ മട്ടത്തിലും ചിട്ടയിലും വ്യവസ്ഥയിലും ആകാൻ വേണ്ടി ഒരു കാർമ്മികത്വം വഹിക്കാൻ ഒരു പണ്ഡിതനോ ഒരു ഖാദിയോ ഒരു ജഡ്ജിയോ, വിദേശത്തൊക്കെ കോടതി വെച്ചാണ് ജഡ്ജിയാണ് അതിന് ഇതാവുക. അത് എന്നല്ലാതെ അവിടെ നിർബന്ധമായിട്ടുള്ളത് വരൻ, അതായത് ചെറുക്കൻ, വലിയ 2 സാക്ഷികൾ. പിന്നെ മഹർ എന്തായിരുന്നാലും നിർബന്ധമാവുക അവർ തമ്മിൽ ബന്ധപ്പെടുന്നതോടു കൂടിയാണ് മഹറും വിവാഹത്തിൻ്റെ ഒരു ഘടകമായിട്ട് സ്വാഭാവികമായും പെണ്ണും. പക്ഷേ വിവാഹ കരാറിന് ആര് മതി? ഈ 3 ടീം മതി. വലിയ വിവാഹം കഴിക്കുന്ന പുരുഷൻ, പിന്നെ 2 നീതിമാന്മാരായ സാക്ഷികളും. ഈ സാക്ഷികളെ കാര്യം പറഞ്ഞല്ലോ, അതിലും ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. സാക്ഷികൾ ആണുങ്ങൾ തന്നെ, പുരുഷന്മാർ തന്നെ സാക്ഷികളാകണം എന്ന് നിർബന്ധമുണ്ടോ? അത് സ്ത്രീ? അതെ, വിവാഹത്തിലൊക്കെ പുരുഷന്മാർ തന്നെ നിർബന്ധമാണ്. ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഇടപെടാൻ ത്രാണിയുള്ളവരും അതിന് താക്കത്തുള്ളവരൊക്കെ ആയിരിക്കണം എന്നതുകൊണ്ടാണ് ഇത് പുരുഷന്മാർക്ക് ആക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഒന്ന് വലിയ, അതുപോലെ തന്നെ 2 സാക്ഷികൾ, അതുപോലെ തന്നെ ഈ വിവാഹം കഴിക്കുന്ന പുരുഷൻ, ഈ 3 നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ മഹറും കൂടെ മഹർ, പിന്നെ സ്ത്രീ എന്തായാലും അതിന്റെ ഘടകങ്ങളാണ്. പൂർത്തിയാവും. പക്ഷെ കരാറിന് എന്ത് വേണ്ട, ഇത് മഹറൊന്നും പറഞ്ഞില്ലെങ്കിൽ വിവാഹ കരാറ് പൂർത്തിയാവും. ഇതിലെ മഹർ സ്ത്രീയുടെ അവകാശമാണ്. അതെ. ഈ മഹറിന്റെ കാര്യം പറഞ്ഞല്ലോ.
അപ്പോൾ മഹറിനെ സംബന്ധിച്ചിടത്തോളം മഹർ ഇപ്പോൾ സ്വർണ്ണമാണല്ലോ സാധാരണ രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ഈ സ്വർണത്തിനൊക്കെ വലിയ വില വരുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, സ്വർണ്ണമല്ലാതെ അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് കഴിയുന്നില്ല, സ്വർണ്ണമല്ലാതെ മറ്റെന്തെങ്കിലും മഹറായി കൊടുത്തുകൊണ്ടുള്ള വിവാഹം അത് ശരിയാവുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് തീരുമാനിക്കേണ്ടത് പെൺകുട്ടിയാണ്. കാരണം മഹറിനെ പറ്റിയിട്ട് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് ഖാലിസു ഹഖിഹ, അവളുടെ മാത്രം അവകാശമാണെന്നാണ്. പിതാവിന് പോലും നിശ്ചയിക്കാൻ പറ്റൂല. ആ പെൺകുട്ടിയാണത്, അല്ലെങ്കിൽ പെണ്ണാണ്, സ്ത്രീയാണത്. ആരാണോ വിവാഹിതയാകുന്നത് അവളാണത് തീരുമാനിക്കേണ്ടത്. സ്വർണ്ണനാണെന്നില്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ള വാത്തുൻ നിസാ സദുഖാതിഹിന്ന നിഹ്ല, സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യം നിങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുക എന്നാണ്. ഒരു ദാനം, അതായത് അവരുടെ ഒരു ഇത് പോലെ കൊടുക്കുക, പാരിതോഷികം പോലെ കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മൂല്യമുള്ള ഒന്നായിരിക്കണം എന്നാണ് അതിൽ ഉദ്ദേശ്യമുള്ളൂ. സാധാരണഗതിയിൽ സ്വർണം എന്ന് പറയുമ്പോൾ എപ്പോഴും മൂല്യം കൂടല്ലാതെ കുറയാത്തൊരു സംഗതി, പണ്ട് കാലം മുതലേ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി, ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആ അർത്ഥത്തിലാണ് സ്വർണം വന്നിട്ടുള്ളത്. അല്ലാതെ സ്വർണം തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഈ അടുത്തൊരു വിവാഹം ചെയ്തതിൽ ഷെയർ കൊടുത്ത് വിവാഹത്തിൻ്റെ മഹറാക്കി നിശ്ചയിച്ചു തന്നത്, അതുമൊക്കെ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പോലെ തന്നെയാണ്. അതിങ്ങനെ കൈ പിടിക്കാൻ പറ്റിയൊരു വസ്തുവല്ല എന്ന് മാത്രം. ഷെയർ മാർക്കറ്റിൽ ഷെയറിന് വാല്യൂ കൂടും, വാല്യൂ കുറയും. അതൊരു ലാഭകരമായ ഒരു ഏർപ്പാടായതുകൊണ്ട് ഷെയർ മതിയെന്ന് അവൾ തീരുമാനിച്ചാൽ അത് മതിയാവും. അപ്പോൾ സ്വർണത്തിനാണെങ്കിലും വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമല്ലോ, അതിൻ്റെ മൂല്യത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ.